ഇപ്പം ഈ വിദ്യാർത്ഥികളെല്ലാം പുറത്താക്കുന്നു. ഒരുപാട് പൈസ മുടക്കിയാണ് ആ വിദ്യാർത്ഥികളെല്ലാം പഠിക്കാൻ ഇവിടെ വരുന്നത്. സൗജന്യമായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല, പഠിക്കാൻ പൈസ കൊടുത്ത് വന്നവരാണ്. അപ്പോൾ അവരെ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ ഇപ്പം പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുത്തവരെ പറഞ്ഞു വിടുന്ന നമുക്ക് മനസ്സിലാക്കാം. അവർക്കതിനുള്ള ഒരവകാശമില്ല ഇവിടെ വന്നിട്ട് പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും ഒന്നും. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഈ ഓവർടേക്ക് ചെയ്തതിലൊരു പ്രശ്നം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കുറ്റങ്ങൾ കണ്ടെത്തിയാൽ കൂടി അവരെ പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ശരിയാണോ എന്ന് മാത്രമല്ല, ഇവരത് ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുന്നില്ല. അങ്ങനെ കേൾക്കാതെ അവരുടെ ആ സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള സേവിയസ് എന്ന് പറയുന്ന ആ ഡേറ്റാബേസിൽ നിന്ന് അവരുടെ പേരങ്ങ് നീക്കിക്കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്രൂരകൃത്യമല്ലേ? ആളുകൾ പൈസ മുടക്കി ഇവിടെ വരുന്നവരോട് നീതിപൂർവ്വം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് അത് ഒന്ന് വെരിഫൈ ചെയ്യാനെങ്കിലും സർക്കാരിന് കഴിയേണ്ടതല്ലേ? അതിനുശേഷമല്ലേ ആളുകളെ പുറത്താക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ കിൽമർ, അബ്രിഗോ, ഗാർസിയക്കെതിരെയുള്ള ആ യുദ്ധം നിർത്തണം. അമേരിക്ക ഈ ചെറിയ കാര്യത്തിനൊക്കെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ എത്രയോ ഖേദകരമായ കാര്യമാണ്, എത്രയോ തരം താഴുന്ന കാര്യമാണ്.